റിപ്പബ്ലിക് ദിന പരേഡിന് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് ശ്രീകൃഷ്ണപുരം VTB കോളേജ് വിദ്യാർത്ഥിനി ആത്മജ ആനന്ദ്. ശ്രീകൃഷ്ണപുരം VTB കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ് കുന്നംപുള്ളിക്കാവ് ചങ്കരത്ത് വീട്ടിൽ ആത്മജ ആനന്ദ്. NSSന്റെ ഭാഗമായുള്ള RD ക്യാമ്പിന്റെ നേതൃത്വത്തിൽ ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലാണ് ആത്മജ ആനന്ദ് പങ്കെടുക്കുന്നത്. ഏകദേശം 50 വിദ്യാർത്ഥികളിൽ നിന്നും 3ാം റാങ്ക് കരസ്ഥമാക്കിയാണ് ആത്മജ ആനന്ദ് പരേഡിൽ പങ്കെടുക്കുവാൻ പോകുന്നത് എന്ന് NSS അധ്യാപകൻ GS അരവിന്ദ്, പ്രോഗ്രാം ഓഫീസർ IN ശുഭ എന്നിവർ പറഞ്ഞു. ഇതൊരു ചരിത്ര നിമിഷമാണ്. നമ്മുടെ കോളേജിൽ ആദ്യമായിട്ട് ഒരു കുട്ടി പോവാന്ന് സാർ പറഞ്ഞല്ലോ. എന്താ പറയുക, ആത്മജ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നമ്മുടെ കോളേജിനും നമുക്ക് എല്ലാവർക്കും NSS യൂണിറ്റുകൾക്കും വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. VTB കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് RD ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അതിൽ എന്താ പറയുക, NSS പ്രോഗ്രാം ഓഫീസേഴ്സ് എന്നുള്ള നിലയ്ക്ക് എനിക്കും ശുഭ ടീച്ചർക്കും വളരെ വളരെ സന്തോഷമുണ്ട്. RD ക്യാമ്പിൻ്റെ കാര്യം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കോച്ചിങ്ങിനാണെങ്കിലും ഒക്കെ ആത്മജ വളരെ എൻതൂസിയാസ്റ്റിക്കായി നിൽക്കുമായിരുന്നു. ഞങ്ങൾ പറയുമായിരുന്നു ആത്മജയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമായിരുന്നു. പക്ഷേ RD ആണ്, അപ്പം ഒരുപാട് ഇന്ത്യയിൽ മൊത്തം ആളിൽ പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആത്മജയ്ക്ക് അവസാനത്തിൽ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് അത്ഭുതമല്ല, കാരണം ആത്മജ ചെയ്ത വർക്കിന് ആത്മജ അത് തീർച്ചയായിട്ടും അർഹിക്കുന്നു. അപ്പം ആത്മജയ്ക്ക് എല്ലാ ഭാഗങ്ങളും നേരെയാണ്. ബാങ്ക് ജീവനക്കാരായ ആനന്ദ്, സുജല ദമ്പതികളുടെ മകളാണ് ആത്മജ. ഞാൻ ശ്രീകൃഷ്ണപുരം VT പടതിരിപ്പാട് കോളേജിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്, BBA ആണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ RD ക്യാമ്പ് എന്ന് പറയും, NSSന്റെ ഭാഗമായിട്ടുള്ള ഒരു RD ക്യാമ്പുണ്ട്. ജനുവരി 26 ഡൽഹി പോയിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് നമുക്ക് മാർച്ച് ചെയ്ത അവസരം കിട്ടുന്ന ഒരു ക്യാമ്പാണ്. അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, സ്കൂളിൽ നമ്മൾ NSS തന്നെ ചെയ്യാം. നമ്മളെ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ കോളേജിൽ നിന്ന് 3 കുട്ടികളെ വരെ സെലക്ട് ചെയ്യും. 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് 2 കുട്ടികളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡിസ്ട്രിക്ട് ലെവൽ സെലക്ഷൻ ഉണ്ടായിരുന്നു. അത് യുവക്ഷേത്രയിലായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ അറിവിൽ എത്ര കുട്ടികൾ കറക്റ്റായിട്ടല്ല, പല പല കോളേജിൽ നിന്ന് വരികയല്ലേ, എനിക്കൊരു 50 കുട്ടികളോളം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം MCQ പരീക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിട്ട് അവിടുന്ന് അവർ 10 കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഓർമ്മ. അവിടുന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ലെവൽ സെലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും 10 കുട്ടികൾ സെലക്ടായ കുട്ടികളൊക്കെ കൂടിയിട്ട്, വിക്ടോറിയ കോളേജിൽ നിന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു, ഞങ്ങൾ 10 കുട്ടികളും കൂടിയിട്ട് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയായിരുന്നു. അവിടെ നമുക്ക് എന്താ വെച്ചാൽ സെലക്ഷൻ ഫസ്റ്റ് റൗണ്ട് വെച്ചാൽ 1500 മീറ്റർ നമ്മൾ 10 മിനിറ്റിൽ ഓടി തീർക്കണം. 1500 മീറ്റർ എന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ നമ്മൾ 10 മിനിറ്റിൽ ഓടി തീർക്കണം. അതിനുശേഷം നമ്മളെ കൊണ്ട് പരേഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിൽ പെർഫെക്റ്റായി ചെയ്യുന്ന കുട്ടികൾക്കാണ് അതിലേക്ക് പോയിൻറ്റ്സ് ഉണ്ട്. ഈ ഓടി തീർത്ത കുട്ടികൾക്ക് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ പരേഡ് ചെയ്ത കുട്ടികൾക്ക്. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു കൾച്ചറൽ ഇൻ്റർവ്യൂ, ഒരു NSS ഇൻ്റർവ്യൂ. കൾച്ചറൽ ഇൻ്റർവ്യൂവിൽ നമുക്കുള്ള കൾച്ചർ നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്യണം. സാധാ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇംഗ്ലീഷിൽ NSSൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് 12 കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയത്. അതിലെനിക്ക് ചാൻസ് കിട്ടി. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ കർണാടകയിൽ ദാവങ്കരെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് അവിടെ ക്യാമ്പ് 10 ദിവസത്തെ ക്യാമ്പാണ്. അവിടുന്ന് കേരളത്തിൽ നിന്ന് 12 കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടുക. 6 ഗേൾസ് 6 ബോയ്സ്. അപ്പോൾ 6 ഗേൾസിൽ 3ാം സ്ഥാനത്തിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. UTV ന്യൂസ്, പാലക്കാട്.